ക്യാപ്റ്റൻ സ്പെഷ്യൽ സ്റ്റോറി നോക്കാം. കാലപ്പഴക്കം ചെന്ന സ്കൂൾ കെട്ടിടം അപകട ഭീഷണി ഉയർത്തുന്നു. തൃശൂർ മച്ചാട് വട്ടേക്കാട് നാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി ഗവൺമെന്റ് സ്കൂളിലെ കെട്ടിടമാണ് ഏത് നിമിഷവും നിലം പതിക്കാവുന്ന നിലയിലുള്ളത്. 65 വർഷം പഴക്കമുള്ള കെട്ടിടം പൊളിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ, ഏത് നിമിഷവും നിലം പതിക്കാവുന്ന നിലയിലുള്ള ഒരു സ്കൂൾ കെട്ടിടം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് കുട്ടികളെ എവിടെ നിന്ന് മാറ്റിയെങ്കിലും കെട്ടിടം പൊളിച്ചു മാറ്റാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. 65 വർഷത്തെ പഴക്കമുണ്ട് കെട്ടിടത്തിന്. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ പൊളിക്കാൻ സാധിക്കില്ലെന്നാണ് സ്കൂൾ അധികാരികളുടെ ഭാഷ്യം. റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ പൊളിഞ്ഞ അവസ്ഥയിലാണ്. മേൽക്കൂരയിലെ സിമന്റ് അടർന്ന കമ്പി തെളിഞ്ഞ നിലയിൽ. സ്കൂളിലെത്തുന്ന കുട്ടികൾ ഇടവേളകളിൽ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് എത്തുന്നത് വലിയ ആശങ്കയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഭൂരിപക്ഷം സമയത്തും കളിക്കുന്ന സമയത്ത് ആ ബിൽഡിങ്ങിൻ്റെ അടിയിലാണ് പോയി നിൽക്കുന്നതും കളിക്കുന്നതും പന്തെടുക്കാൻ വേണ്ടി ഓടി പോകുന്നതും എല്ലാം അങ്ങനെയാണ്. അതുമാത്രമല്ല, അതിൻ്റെ കോൺക്രീറ്റ് മുഴുവൻ അടർന്ന് മുകളിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്. നിരവധി തവണ ഇത് ആവശ്യപ്പെട്ടിട്ടും അധികാരികളുടെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടി ഇതുവരെ നടന്നിട്ടില്ല. എപ്പോൾ ചോദിച്ചാലും ഇതേ കടലാസ് നീക്കിയെന്ന് മാത്രമാണ് പറയുന്നത്. കാന വാരിയ സമയത്ത് ആ ബിൽഡിങ്ങിൻ്റെ തറയും താഴത്തേക്ക് പോയി. ഇപ്പോൾ ബിൽഡിങ് വടക്ക് ഭാഗത്ത് ചെറിയ ചെരുവുകളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് സമയത്തും അത് ഇടിഞ്ഞ് വീഴാം, അത് മെയിൻ റോഡിലേക്ക് വീഴാം. ആ റോഡിലേക്ക് വീണാൽ അവിടെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടികൾ വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ വിദ്യാർത്ഥികൾ ബസ് കയറാൻ വേണ്ടി ഇവിടെ ക്യൂ നിൽക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ പ്രധാന ഗേറ്റിനോട് ചേർന്നിട്ടാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഒരു ദുരന്തം ഈ മഴക്കാലത്ത് ഉണ്ടാകാനുള്ള സാഹചര്യം അവിടെ വന്നിട്ടുണ്ട്. റോഡിനോട് ചേർന്ന് നിൽക്കുന്ന സ്കൂൾ കെട്ടിടം റോഡിന്റെ പുനരുദ്ധാരണ വേളയിൽ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ നിലയിലാണ്. ഓട നിർമ്മാണത്തിന്റെ ഭാഗമായി കെട്ടിടത്തോട് ചേർന്ന് കുഴിയും എടുത്തിട്ടുണ്ട്. സ്കൂളിലെ കുട്ടികൾക്കും ഒപ്പം നാട്ടുകാർക്കും ഭീഷണിയായിരിക്കുന്ന കെട്ടിടം പൊളിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന പ്രദേശവാസികൾ പറയുന്നു. ജനങ്ങൾക്കും നാടിനും നമ്മുടെ കുട്ടികൾക്കും വരെ ഭീഷണിയുള്ള ഒരു സ്ഥലത്താണ് ആ ബിൽഡിംഗ് നിൽക്കുന്നത്. അത് പൊളിച്ചു മാറ്റാൻ വേണ്ട നടപടികൾ അധികൃതർ ഇതുവരെയും എടുത്തിട്ടില്ല. ജില്ലാ പഞ്ചായത്തിൻ്റെ അനുമതി കിട്ടുന്നില്ല എന്നാണ് അവരുടെ ഒരു വാദം. പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഈ പുതിയ കെട്ടിടങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് അത് പൊളിച്ചു മാറ്റേണ്ട സമയം കഴിഞ്ഞു. 65 വർഷം പഴക്കം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ അതിൻ്റെ അടിയിലാണ് എപ്പോഴും. കാരണം ഓടിക്കളിച്ച് മഴക്കാലം കൂടി ആയപ്പോൾ ഓടിക്കളിച്ച് അങ്ങോട്ട് കയറുന്ന ഒരു സിറ്റുവേഷനാണ്. ജില്ലാ പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ കെട്ടിടം പൊളിച്ചു നീക്കാൻ സാധിക്കില്ലെന്ന നിലപാടിലാണ് അധികൃതർ. അടിയന്തരമായി വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടണമെന്നും വിദ്യാർത്ഥികളുടെ ജീവന് ഭീഷണിയായിരിക്കുന്ന കെട്ടിടം പൊളിച്ചു നീക്കണമെന്നും നാട്ടുകാർ പറയുന്നു. അമൃത ന്യൂസ്, തൃശൂർ. സ്കൂൾ കെട്ടിടം എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകുമെന്ന് നാട്ടുകാർ പറയുന്നു. ദുരന്തം സംഭവിച്ചതിനു ശേഷം നടപടിയെടുത്തിട്ട് കാര്യമില്ല എന്നും അധികൃതർ ഉടൻ ഇടപെടണമെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു. പ്രതികരണം നോക്കാം. എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചു നീക്കാനുള്ള ഒരു പണി അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ ജീർണാവസ്ഥയിൽ നിന്ന് എത്രയും വേഗം ഈ കെട്ടിടം പൊളിച്ച് കളയാണ് അധികാരികൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു ദുരന്തം സംഭവിച്ചേക്കാൻ ചിലപ്പോൾ. ഇനി എന്തെങ്കിലും ഒരു അപകടം വന്ന് കഴിഞ്ഞിട്ട് നമ്മളതിന് ചെയ്തിട്ടൊരു കാര്യമില്ല. ഇപ്പം എല്ലാ ബിൽഡിങ്ങുകളും പുതിയതാക്കിയിട്ടുണ്ട്. ഇതാണെങ്കിൽ ഒരുപാട് പഴക്കമുള്ള ബിൽഡിങ്. വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നൽകും. ഹരീഷ്, കൊല്ലം തേവലക്കര സ്കൂള് നമുക്ക് മുൻപിൽ ഉദാഹരണമായി തന്നെ ഉണ്ടല്ലോ. വിവരങ്ങൾ എന്താണ്? അധികൃതർ എന്താണ് പറയുന്നത്? നാട്ടുകാരുടെ ആരോപണങ്ങളൊക്കെ നമ്മൾ ഈ പ്രതികരണത്തിലൂടെയൊക്കെ കണ്ടല്ലോ ഹരീഷ്. തൃശൂർ മച്ചാട് വട്ടേക്കാടുള്ള നാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടമാണ് വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുകയും ഒപ്പം ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. 65 വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു കെട്ടിടമാണ് ഇപ്പോഴും ആ സ്കൂളിൻ്റെ റോഡിൻ്റെ വശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള അപകടമാണ് ഈ ഒരു കെട്ടിടം ഉയർത്തുന്നത് എന്നുള്ളത്. കാരണം അതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, മുകൾ ഭാഗത്തുള്ള സിമെൻ്റ് എല്ലാം അടർന്ന് ആ കമ്പികളെല്ലാം പുറത്തേക്ക് വന്ന ഒരു സ്ഥിതിയാണ്. ഏതൊരു അവസ്ഥയിൽ അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അത് തകർന്ന് വീഴാറായുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. വലിയൊരു കാറ്റോ ശക്തമായ മഴയോ ഒക്കെ പെയ്താൽ തന്നെ ഒരുപക്ഷെ വലിയ ദുരന്തം സംഭവിക്കുമെന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ചെറിയ കുട്ടികളടക്കം പഠിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ്. മാത്രമല്ല റോഡിനോട് ചേർന്ന തന്നെയാണ് ഈ ഒരു പഴയ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റോഡിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ കെട്ടിടം തകർന്നു വീഴാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.
എന്നതടക്കമാണ് ഇപ്പോൾ നാട്ടുകാരും ഈ പ്രദേശവാസികളും ഒക്കെ ഈ കുട്ടികളുടെ രക്ഷിതാക്കളടക്കം ആരോപിക്കുന്ന ഒരു കാര്യം. പലതവണ അധികൃതരെ ഇത് പൊളിച്ചു നീക്കണമെന്ന ആവശ്യവുമായി സമീപിച്ചതാണ്. പക്ഷേ ഈ കടലാസ് മൂവ് ചെയ്യുന്നില്ല, പേപ്പർ മൂവ് ചെയ്യുന്നില്ല എന്നതടക്കമുള്ള മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അതിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലോ ഇടപെടലുണ്ടാവുകയും ഈ ഒരു കെട്ടിടം പൊളിച്ചു മാറ്റുകയും രക്ഷിതാക്കൾ കുട്ടികളുടെയും അതുപോലെ തന്നെ പ്രദേശവാസികളുടെയും സുരക്ഷ അത് ഉറപ്പുവരുത്തണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായി ഒരു പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്.